ഹായ്, എല്ലാവർക്കും ഷജീസ് വ്ലോഗ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. എല്ലാവരും ഡേ 1 മുതൽക്ക് ഡേ 7 വരെയുള്ള പ്രാക്ടീസുകളൊക്കെ ചെയ്ത് കാണും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റുകൾ ഇടുക. ഡേ 1 ടു ഡേ 7 ചെയ്തു എന്ന് നിങ്ങൾ പറയുക. തീർച്ചയായിട്ടും നിങ്ങളുടെ കമന്റ് മറ്റുള്ളവർക്കും ഒരു പ്രചോദനമാകും. ആക്ച്വലി മിക്കവാറും പേർക്ക് കമന്റ് ഇടാൻ ഭയങ്കര മടിയാണ്. അവരെ ക്ലാസ്സുകളിലാണെങ്കിലും ചെയ്തോ എന്ന് ചോദിക്കുമ്പോൾ ചെയ്തെന്ന് പറയും, പക്ഷെ കമന്റ് ഇടത്തില്ല. നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക, നിങ്ങളൊരു കമന്റ് ഇടുമ്പോൾ അത് കണ്ടിട്ട് വേറൊരാൾ അത് ചെയ്യുവാണെങ്കിൽ അതിന്റെ ഗുണം നിങ്ങൾക്കും കൂടി കിട്ടുവാണ്, അതിന്റെ പ്രതിഫലം നിങ്ങൾക്ക് കിട്ടുവാണ്. കാരണം അവരവിടെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ പ്രാക്ടീസ് ചെയ്താലും നമ്മൾ വേറൊരാളിനെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചാലും ഒരുപോലെ നമുക്ക് പ്രയോജനപ്രദമായിട്ടുള്ള കാര്യമാണ്. ഒരുപോലെ നമുക്ക് അനുഗ്രഹങ്ങൾ കിട്ടുന്ന സംഭവമാണ് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് എന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ, നിങ്ങളത് കണ്ടു, വീഡിയോ കണ്ടു, നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്തു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ഇടുക. നിങ്ങൾ വേറൊന്നും വിചാരിക്കേണ്ട. അത് മറ്റൊരാൾക്കൊരു പ്രയോജനപ്പെടുമെങ്കിൽ, മറ്റൊരാളിന് അതൊരു ഇൻസ്പിറേഷൻ ആവുമെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹം കൊണ്ടുവരും. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഡേ 8ന്റെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് മാജിക് ഇൻഗ്രീഡിയൻസ് അല്ലെങ്കിൽ മാജിക് ഡസ്റ്റ്. എന്താണിതെന്ന് നമുക്ക് നോക്കാം അല്ലേ. നമ്മുടെ വീഡിയോയിലെ പിക്ചർ തന്നെ നിങ്ങൾ കണ്ടു. കുറച്ച് ഫ്രൂട്ട്സും ഒക്കെ ഇരിക്കുന്നത് നിങ്ങൾ കണ്ടു കേട്ടോ അല്ലേ. ഫുഡ് ഐറ്റംസ് നിങ്ങൾ കണ്ടു. അപ്പോ നമ്മുടെ ഇന്നത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഫുഡിനെ കുറിച്ച് തന്നെയാണ്, ആഹാരത്തിനെ കുറിച്ച് തന്നെയാണ്. ഓക്കെ, എൻ്റെ പേര് ഷജീല ഹലീമ. ഞാനൊരു മൈൻഡ് പവർ ട്രെയിനറാണ്, ലൈഫ് കോച്ചാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ കയറി വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ ക്ലാസ്സുകളൊക്കെ ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. ക്ലാസ്സുകളിൽ ചേരാൻ താല്പര്യമുള്ളവരും ഒക്കെ താഴെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ആഡ് ആവുക. അപ്പൊ ഇന്നത്തെ ആക്ടിവിറ്റിയിലേക്ക് നമുക്ക് വരാം. അപ്പൊ നമ്മളെല്ലാവരും ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലേ. നമുക്ക് എല്ലാവർക്കും നല്ല നല്ല ഭക്ഷണം കിട്ടുന്നുണ്ട്. നമുക്ക് ഇത്രയും കാലമായിട്ടും ഭക്ഷണത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ടല്ലേ. പ്രപഞ്ചശക്തിയോട് നമ്മൾ ഇന്ന് വരെയെങ്കിലും ആ ഫുഡ് തന്നതിന്, ആ ഫുഡ് കഴിക്കുന്നതിന് മുന്നേ നമ്മൾ നന്ദി പറഞ്ഞിട്ടുണ്ടോ? ആലോചിച്ച് നോക്കുക. ഇതൊക്കെ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. നമ്മൾ നിസ്സാരമെന്ന് വിചാരിക്കുന്ന കാര്യങ്ങളാണ്. ലോകത്ത് ഭക്ഷണം കിട്ടാതെ നടക്കുന്ന എത്രയോ ആൾക്കാരുണ്ടല്ലേ. ഓരോ പട്ടിണി രാജ്യങ്ങൾ എത്ര തന്നെയുണ്ട്. ഒരു ദിവസം ഫുഡ് കിട്ടിയാൽ ഒരാഴ്ചയോളം പിന്നെയും ഫുഡിന് വേണ്ടിയിട്ട്, വെള്ളത്തിന് വേണ്ടിയിട്ട് ഒക്കെ വെയിറ്റ് ചെയ്യുന്ന എത്രയോ കുട്ടികളുണ്ട്, എത്രയോ മുതിർന്നവരുണ്ടല്ലേ. മണ്ണൊക്കെ വാരി തിന്നിട്ട് വിശപ്പ് കാരണം മണ്ണ് വാരി തിന്നുന്ന കുട്ടികളെ നമ്മൾ കണ്ടിട്ടുണ്ട് പല പിക്ചറുകളിലും പല ന്യൂസിലും ഒക്കെ ആയിട്ടല്ലേ. അപ്പം അവിടെ നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന ഭക്ഷണം, എന്തോരം ഭക്ഷണമാണ് നമ്മൾ വേസ്റ്റ് ആക്കി കളയുന്നത്. ഒരൊറ്റ ഭക്ഷണം പോലും നിങ്ങൾ വേസ്റ്റ് ആക്കരുത്. കാരണം നാളെ നമ്മൾ പരീക്ഷിക്കപ്പെട്ടേക്കാം ഉറപ്പായിട്ടും. അതുകൊണ്ട് നിങ്ങൾ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ വളരെ സൂക്ഷ്മത നിങ്ങൾ പാലിക്കുക. ആവശ്യമുള്ള ഭക്ഷണം മാത്രം നിങ്ങൾ എടുത്തു വെക്കുക, അത് കഴിക്കുക. നിങ്ങൾ ഒരിക്കലും ഭക്ഷണം വേസ്റ്റ് ആക്കാൻ പാടില്ല. ഭക്ഷണം കിട്ടാത്ത ഒരു ദിവസത്തെക്കുറിച്ച്, ഒരു നേരത്തെ ഭക്ഷണം കിട്ടാത്ത അവസ്ഥയെക്കുറിച്ച് നമ്മൾ എപ്പോഴും ചിന്തിക്കുക. അപ്പോൾ നമുക്ക് ഒരിക്കലും അത് കളയാൻ തോന്നത്തില്ല. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ആക്ടിവിറ്റി എന്ന് പറയുന്നത്, നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ എടുത്തു വെക്കുമ്പോൾ തന്നെ കഴിക്കുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ആ ഭക്ഷണത്തിന് ഗ്രാറ്റിറ്റ്യൂഡ് പറയുക, നന്ദി പറയുക. നമ്മൾ കുടിക്കുന്ന വെള്ളം അത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ബോഡിയിൽ എത്ര പെർസെൻറ്റേജ് വാട്ടർ കണ്ടന്റ് ആണുള്ളത്. നമ്മുടെ ബോഡിയിലെ മെജോറിറ്റിയും വാട്ടർ കണ്ടന്റ് ആണ് അല്ലേ. ആ വെള്ളം നമുക്ക് കിട്ടാതെ ആയിക്കഴിഞ്ഞാൽ, ശുദ്ധമായ വെള്ളം നമുക്ക് കിട്ടാതെ വന്നിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്നത്. നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അപ്പോൾ ഇനി തൊട്ട് നമ്മുടെ ആക്ടിവിറ്റി എന്ന് പറയുന്നത്,
നിങ്ങൾ വെള്ളം കുടിക്കുമ്പോഴാകട്ടെ, നിങ്ങൾ എന്ത് ഭക്ഷണം കഴിക്കുമ്പോഴാകട്ടെ, അതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. പ്രപഞ്ചശക്തിക്ക് നന്ദി പറയുക. ഈ ഭക്ഷണം തന്നതിന് നന്ദി, ഇത്രയും നല്ല ഭക്ഷണം എനിക്ക് കഴിക്കാൻ പറ്റുന്നതിന് നന്ദി, ഇത് ഉണ്ടാക്കി തന്ന ആൾക്കാർക്ക് നമ്മൾ നന്ദി പറയുക. നമ്മൾ എന്തെങ്കിലും ഭക്ഷണം, നമ്മളിപ്പോ സാധാരണ നമ്മൾ എന്താ ചെയ്യുന്നത്, ഇപ്പം ഓഫീസിലാണെങ്കിലും വീട്ടിലാണെങ്കിലും ഫുഡ് കഴിക്കാൻ വേണ്ടി എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ ഫുഡൊക്കെ കൊണ്ടുവച്ചിട്ട് നമ്മൾ ആൾക്കാരുടെ കുറ്റം പറയൂലേ? പല കാര്യങ്ങളെ കുറിച്ചും അന്നേരം നമ്മൾ ചർച്ച ചെയ്യും. ഓഫീസിലാണെങ്കിലും അതെ, ആൾക്കാര് 2, 3 പേരൊക്കെ ചേർന്നിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് കുറ്റം പറച്ചിലുകളാ. ഞാനും പണ്ട് ചെയ്യുമായിരുന്നു കേട്ടോ. എനിക്കും അറിയത്തില്ലായിരുന്നു. ഞാൻ ഇതിനെക്കുറിച്ച് അറിഞ്ഞ് വന്നതിന് ശേഷം വെച്ചിട്ട് ഞാൻ മാക്സിമം അങ്ങനെ ചെയ്യത്തില്ല. പക്ഷെ നമുക്ക് അറിയാത്ത സമയത്ത് നമ്മൾ ചെയ്തു പോയിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മൾ ആ സ്വഭാവം അങ്ങോട്ട് ഒഴിവാക്കുക. നമ്മൾ ഭക്ഷണം കഴിക്കാൻ വെച്ച് കഴിക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക. ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. ഈ ഭക്ഷണം തന്നതിന് നന്ദി, ഇതിന്റെ പിന്നിൽ എത്രയോ ആൾക്കാരുണ്ട്, ആ ഉണ്ടാക്കി തന്നയാളിന് നന്ദി. അതുപോലെ തന്നെ ഇപ്പൊ ഒരു ചോറാണെങ്കിൽ ആയിക്കോട്ടെ, നമുക്ക് നമ്മുടെ മുന്നിൽ വരുന്നത്, നമ്മൾ കടയിൽ പോയി അരി മേടിച്ചോണ്ട് വരുന്നു അല്ലേ? അതിന്റെ പിന്നിൽ എത്രയോ ആൾക്കാരുണ്ട്. അത് വിതയ്ക്കുന്നവരുണ്ട്, കൊയ്യുന്നവരുണ്ട്, അത് പ്രോസസ്സ് ചെയ്തെടുക്കുന്നവരുണ്ട്, പിന്നെ അത് എക്സ്പോർട്ട് ചെയ്യുന്നവരുണ്ട്, കടയിൽ വന്നു അതെടുത്ത് വെക്കുന്ന ആൾക്കാരുണ്ട്. ഒരുപാട് പേരുടെ പ്രയത്നമാണല്ലേ? നമ്മള് അറിയുന്നില്ല ഒന്നും, നമ്മൾ ചിന്തിക്കുന്നില്ല. അതെല്ലാവർക്കും നമ്മൾ നന്ദി പറയുക. നമ്മൾ കഴിക്കുന്നതിന് മുന്നേ ആയിട്ട് ഓരോ നേരം നമ്മൾ കഴിക്കുമ്പോഴും നന്ദി പറയുമ്പോൾ നമ്മൾക്ക് കൂടുതൽ അനുഗ്രഹങ്ങള്, കൂടുതൽ നമുക്ക് വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങള് നമ്മളെ തേടി വരും. നമുക്ക് കൂടുതൽ നമ്മുടെ ജീവിതത്തില് സമൃദ്ധി ഉണ്ടാവും. അപ്പൊ നമ്മൾ നമ്മളുടെ കുട്ടികളെയും പഠിപ്പിച്ചു കൊടുക്കുക. ഇന്ന് മുതൽ അതൊരു ശീലമാക്കുക. നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ഗ്രാറ്റിറ്റ്യൂഡ് പറയണം. മക്കളെ പഠിപ്പിച്ചു കൊടുക്കുക. പുതിയ ജനറേഷൻ ഒരുപാട് സൂക്ഷിക്കേണ്ട കാലഘട്ടമാണല്ലേ ഇന്നത്തെ കാലത്ത്. നമ്മുടെ മക്കൾ അത് നമ്മളെപ്പോഴും സൂക്ഷ്മതയോടെ, നമ്മൾ ഭയങ്കര ഗ്രാറ്റിറ്റ്യൂഡോടെ നമ്മൾ നോക്കേണ്ടുന്ന ഒരു വിഷയമാണ് നമ്മുടെ മക്കൾ. ഒന്നാമത് ഇന്നത്തെ ലോകത്തിന്റെ സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. നമ്മുടെ വീട്ടിൽ അപ്പം നമ്മൾ എങ്ങനെയാണോ, നമ്മുടെ ബിഹേവിയർ എങ്ങനെയാണോ, അതാണ് നമ്മുടെ കുട്ടികൾ കണ്ടു പഠിക്കുന്നത് അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് അവരെ ശീലിപ്പിക്കുക. അവരോട് പറഞ്ഞു കൊടുക്കുക. ഇതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എൻ്റെ എല്ലാ പ്രാക്ടീസുകളും റോണ്ട ബേണിന്റെ സീക്രട്ട് എന്ന് പറയുന്ന പുസ്തകത്തിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, അവര് ഭക്ഷണം കഴിക്കാനായിട്ട് എടുത്തു വെക്കുമ്പോൾ നമ്മള് ടേബിളിന്മേൽ ഈ ഫുഡ് കഴിക്കുമ്പോൾ അതിനകത്ത് ഇടാനായിട്ട് സോൾട്ടും പെപ്പറും ഒക്കെ ഇങ്ങനെ ഷെയ്ക്ക് ചെയ്തിടുന്ന ബോട്ടിലുണ്ടല്ലോ, അത് വെച്ചിരിക്കുമല്ലോ. അതുപോലെ ഈ ഇമാജിനറി ആയിട്ട് ഇവരിങ്ങനെ സങ്കല്പിക്കും. റോണ്ട ബേണൊക്കെ ഇങ്ങനെ കഴിക്കാനിരിക്കുമ്പോൾ അവരിങ്ങനെ സങ്കല്പിക്കും, മനസ്സിൽ വിഷ്വലൈസ് ചെയ്യും. ഈ ഒരു ബോട്ടിലിനുള്ളില് ഒരു ഗ്ലിറ്റർ ഉണ്ട്, അല്ലെങ്കിൽ മാജിക്കൽ ഡസ്റ്റ് ഉണ്ട്. അതായത് സമൃദ്ധിയുടെ, ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഇൻഗ്രീഡിയൻസ് ഉണ്ട്. അപ്പം അതിങ്ങനെ എടുത്ത് ഈ ഫുഡിൽ കുടഞ്ഞിടുന്നതായിട്ട് അവർ സങ്കല്പിക്കും. എന്നിട്ട് ആ ഭക്ഷണം, അതായത് അത് ഗ്രാറ്റിറ്റ്യൂഡോട് കൂടി ആ ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് ജീവിതത്തില് നിറയെ സമൃദ്ധി ഉണ്ടാവും. അങ്ങനെ ഒരു തോട്ട് അവരുടെ മൈൻഡിലേക്ക് വരും. ഇത് ഗ്രാറ്റിറ്റ്യൂഡ് ഡസ്റ്റ് സ്പ്രെഡ് ചെയ്തിട്ടുള്ള ഭക്ഷണമാണ് എന്നുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും ഇന്ന് മുതൽക്ക് തന്നെ നിങ്ങൾ സ്റ്റാർട്ടാക്കുക. നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ ആ ഭക്ഷണത്തിന് നന്ദി പറയുക. അതുണ്ടാക്കിയ ആളിന് നന്ദി പറയുക. അത് നമ്മൾ തന്നെ ഉണ്ടാക്കിയതാണെങ്കിൽ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുക. മനസ്സിലായോ? നമ്മൾ ഒരാളിനെ കുറിച്ചും ഒരു കാര്യത്തിനെ കുറിച്ചും കുറ്റം പറയാതിരിക്കുക. ആരുടെയും കുറ്റവും കുറവുകളും നമ്മൾ പറയാതിരിക്കുക. അതൊക്കെ നമുക്ക് നെഗറ്റിവിറ്റി തരുന്ന കാര്യങ്ങളാണ്. ഒരിക്കലും ഇന്ന് മുതൽക്ക് തന്നെ നമ്മൾ ശീലമാക്കുക. എനിക്ക് വിശ്വാസമുണ്ട്, ഡേ 1 മുതൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളും തന്നെ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് ശീലിക്കത്തില്ല. അവരൊരിക്കലും അത് ചെയ്യത്തില്ല. കാരണം അവർക്ക് പോസിറ്റീവായിട്ടിരിക്കണമെങ്കിൽ അവരാരുടെയും കുറ്റം പറയാൻ പാടില്ല. അവിടെ നമുക്ക് നെഗറ്റിവിറ്റി വന്നു. അപ്പൊ നമ്മൾ പോസിറ്റീവായിട്ടിരിക്കണമെങ്കിൽ നമ്മൾ പെർഫെക്റ്റ്ലി ആരെയും കുറിച്ചും ഒരു കുറ്റവും കുറവും ഒന്നും പറയാതിരിക്കുക. നമ്മളെപ്പോഴും ആ കുറ്റം പറയാൻ തോന്നുന്നുണ്ട് എങ്കിൽ ആ കുറ്റം പറയുന്ന ആൾക്കാരെ കുറിച്ചുള്ള നല്ല വാചകങ്ങള്
അവർ ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങൾ നമ്മൾ മൈൻഡിൽ ഓർക്കുക. പിന്നെ നമുക്ക് കുറ്റം പറയാൻ തോന്നത്തേയില്ല. അപ്പൊ ഇതാണ് ഇന്നത്തെ ആക്ടിവിറ്റി, മാജിക്കൽ ഇൻഗ്രീഡിയൻസ്. ഓക്കെ, അപ്പം എല്ലാവരും പ്രാക്ടീസ് ചെയ്യുമല്ലോ. ഇന്ന് തൊട്ട് ഫുഡ് കഴിക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ആ ഫുഡിന് താങ്ക്സ് പറയുക. ഓക്കെ, അപ്പൊ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഒപ്പം അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൊളീഗ്സിനും ഒക്കെ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നാളെ നമുക്ക് ഡേ 9 ആക്ടിവിറ്റിയുമായി നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു വൺസ് അഗെയിൻ. ബൈ.